കുമ്പളാജി മവ്വാർ അജിലയിലെ വീട്ടമ്മയായ പുഷ്പലത വി ഷെട്ടിയുടെ മരണം കൊലപാതകം. തനിച്ച് താമസിച്ചിരുന്ന ഈ വയോധികയെ കഴുത്തുഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽമയിൽ, മംഗളൂർ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. കൈകൊണ്ട് കഴുത്തുഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് പുഷ്പലതയെ കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ തോന്നിയിരുന്നുവെന്നും ബന്ധുക്കൾ കൂടി ശക്തമായി സംശയം ഉന്നയിച്ചതോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും പോലീസ് വ്യക്തമാക്കി. ബുധനാഴ്ച രാത്രി 9:40 പുഷ്പലതയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരിവിടെ തനിച്ചായിരുന്നു താമസം. സംഭവസ്ഥലത്തെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതക സാധ്യത പോലീസ് കണക്കിലെടുത്തിരുന്നു. ഇത് സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ കേസ് കൊലപാതകമായി സ്ഥിരീകരിക്കുകയും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തു. അതിനിടെ കൊലപാതകത്തിന്റെ കൃത്യമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പോലീസ് സർജൻ കൃത്യം നടന്ന വീട് നേരിട്ട് സന്ദർശിച്ചു. ശരീരത്തിലെ പരിക്കുകളുടെയും സംഭവസ്ഥലത്തെ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് സന്ദർശനം. ബദിയടുക്ക ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പുഷ്പലത ഷെട്ടിയെ അടുത്തറിയുന്നവരിൽ ആരെങ്കിലും ഒരാളാകാം കൊലപാതകം നടത്തിയതെന്ന സംശയത്തിലാണ് പോലീസ്. ഇതേ തുടർന്ന് സമീപവാസികളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൊലയാളിയെ കണ്ടെത്താൻ എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.